യൂത്ത് ഫോർ എവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ ലിവർ പാൽ ഫ്രൈ ആണ്. അതിനായിട്ട് 1/2 കിലോ മട്ടൺ ലിവറാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് 1/2 മുറി തേങ്ങ അതെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 15 ചുവന്നുള്ളി, പിന്നെ 1 സവോള അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കുടം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില. ഇതൊക്കെയാണ് ഇതിനാവശ്യമായ ചേരുവകൾ. ഇതുകൊണ്ട് എങ്ങനെ രുചികരമായി മട്ടൺ ലിവർ പാൽ ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിട്ട ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും വാടിക്കഴിയുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സവോളയും ചുവന്നുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഇനി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് അല്പം ഉപ്പിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യാനുസരണം ഇട്ടാൽ മതി. എരിവ് കൂടുതൽ വേണ്ടെന്നുള്ളവർക്ക് ഇനിയും എരിവ് ഇട്ട് കൊടുക്കാം. കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ചിട്ടാലും മതി. ഞങ്ങളിവിടെ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് മസാല മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മസാല നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിവർ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയായി അരിഞ്ഞെടുത്ത ലിവർ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് ആ മസാല കൂട്ടുമായിട്ട് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മസാല എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഇളക്കി വയ്ക്കുക. ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു 1/2 മുറി തേങ്ങ എടുത്തിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ആ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും നമ്മൾ എടുക്കുക. ഈ സമയത്ത് നമ്മൾ 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലിവർ നല്ലപോലെ ഇട്ട് വേവിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ ഇനിയും ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തുണ്ടായിരുന്ന പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 1-ാം പാൽ ഒഴിക്കുകയാണ്. അധികം നേരം ഒന്നും തിളപ്പിക്കണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല തേങ്ങാപ്പാലിൻ്റെയും മസാലയുടെയും ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്.
നമ്മുടെ മട്ടൺ ലിവർ പാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല രുചികരമായ ഭക്ഷണമാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണേ. Thank you for watching the video. Like, comment and subscribe.